വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്കയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ചെറിയ ഒരു ഇടിച്ചക്ക മുള്ളെല്ലാം കളഞ്ഞെടുത്ത ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട ശേഷം ചക്ക വേകാൻ ആവശ്യമായ 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം മാത്രം മതിയാകും ചക്ക വെന്ത് വരാനായിട്ട്. വെള്ളമൊക്കെ വറ്റി ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പലകയിൽ വെച്ച് ഇടുകല്ല് കൊണ്ട് ചതച്ചെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ ചതഞ്ഞ് കിട്ടിക്കോളും. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 5 ടേബിൾ സ്പൂൺ തേങ്ങ, 3-4 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം ഒന്ന് ചതച്ചെടുക്കണം. ഇതിലേക്ക് എരിവിന് ആവശ്യമായ 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി ചതച്ചെടുക്കണം. ഒരു ചീനച്ചട്ടിയിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത ശേഷം കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 1 തണ്ട് കറിവേപ്പില ഇട്ട ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് ഇളക്കിയെടുക്കണം. അരപ്പ് മൂത്ത് കഴിഞ്ഞാൽ ചതച്ച് വെച്ചിരിക്കുന്ന ഇടിഞ്ചക്ക കൂടി ചേർത്ത് ഇളക്കി അരപ്പിനോട് യോജിപ്പിക്കണം. കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ചൂടോടുകൂടി കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഉഴുന്ന് കടിക്കാൻ കിട്ടുന്നതിന് ഒരു പ്രത്യേക രുചിയായിരിക്കും. ഇതിപ്പോൾ ഉഴുന്ന് ചേർക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്യാവശ്യം വെളിച്ചെണ്ണയും തേങ്ങയും നല്ലതുപോലെ ചേരുന്ന ഒരു വിഭവമാണിത്. എങ്കിൽ മാത്രമേ നല്ല രുചി ഉണ്ടാകുകയുള്ളൂ. ഇനി ഇതിനെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇട്ട് ഇളക്കി കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്